ഹലോ ജലപാലൻ ഓർമ്മയുണ്ടോ? അറിയാം വാ വന്നേ. അതെന്നാ ഏർപ്പാടാ, ഇത് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ. അറിയാം വാ, നമുക്കൊന്ന് കൂടിയേച്ച് പോവാ. നരിക്ക് കെണിവെക്കാനാണെങ്കിൽ ഇത് പോര ജലപാല സന്നാഹം. ചെന്ന് പറയണം നിന്നെ അയച്ചവരോട്, അവരാരാണെങ്കിലും. കേട്ടടാ കള്ള ജലപാല മോനെ. ഗുഡ് മോർണിംഗ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. നീ എന്തെന്നാണ് ഈ പനറ്റുന്നേ അവിടെ ചെവിയിലോട്ട്? ഞങ്ങള് പെണ്ണുങ്ങള് തമ്മി പറഞ്ഞതാ. എന്നാ പിന്നെ എന്തേലും വിട്ടിത്തമായിരിക്കും. നിങ്ങളൊന്ന് പോയി മനുഷ്യനെ. നീ ചെല്ലേ, അല്ലെങ്കിൽ തന്നെ കേസിന്റെ ടെൻഷൻ എല്ലാം കൂടെ മണ്ടയിലോട്ട് കേറിയിട്ട് പ്രഷറിന്റെ ഗുളിക 2 കൂടുതൽ വിഴുങ്ങിച്ച് നിൽക്കുക ഞാൻ. പോ ഒന്ന് വിട്ടേ പ്രഭേ. അത് പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതിന്റെ നരീനെ കണ്ടുപിടിക്കും. കേസിന്റെ കാര്യങ്ങൾ മുഴുവനും പ്രഭയുടെ കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ വേണം ആണുങ്ങള്. പണ്ടൊരു കേസിന്റെ ടെൻഷൻ 2 കൂടെ ഷെയർ ചെയ്തതിന്റെയാ ഒടുക്കം പേരുദോഷം തീർക്കാൻ നമ്മൾ റേഷ്യ സാക്ഷി ഒപ്പിട്ട് കൊടുത്തത് അല്ലേടി? എടാ ഹേമമ്പലം തട്ടിയായിരുന്നോളോ ഇന്നലത്തെ സ്റ്റണ്ട്? നോ സർ, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ജലപാലൻ ഒറ്റയ്ക്ക് ധൈര്യപ്പെടുകയല്ല. ഇല്ല സർ, IG ബാലു, അപ്പിച്ചായി, സേതു, അങ്ങനെ ഏത് ധൈര്യം വേണമല്ലോ ആകാൻ പറയും. റിപ്പോർട്ട്സില് സാർ വായിച്ചില്ലേ? An excessive dose of barbiturates followed by a massive cardiac arrest. ഉറക്കത്തിൽ രമാബഹൻ മുൻപ് 3 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രണയ നൈരാശ്യം, മറ്റു പലതും. കൂനൂർ പഠിക്കുമ്പോ പിന്നെ 2 തവണ വീണ്ടും ഗോവയിൽ ഹർഷപുരി ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്ന കാലത്ത്. എടാ നിനക്കിതൊക്കെ ആശ്രമത്തിൽ നിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. രമാബഹൻ ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ, വിശ്വസിപ്പിക്കാൻ. അവരുടെ സെക്രട്ടറിയുടെയും അടുപ്പമുള്ള മറ്റ് അന്തേവാസികളുടെയും മൊഴികൾ അത് സ്ഥാപിച്ചെടുക്കുന്നത് that she was depressed perpetually. നീ വിശ്വസിച്ചോ? ക്രാപ്പ്. നമ്മൾ അന്വേഷിച്ചെന്ന് തൊടുന്നിടം ഓരോ കണ്ണിയായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുക അവര്, ആരായാലും അല്ലടാ സർ. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചെന്ന് തൊടുന്നെങ്കിൽ അതവനങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കാൻ പറ്റുന്ന കണ്ണി ആവില്ല സർ. എന്നാലും ആരായിരിക്കുന്ന നിന്റെ ആരുമാവാ സർ? കണ്ടതല്ലേ, കാരുണ്യ ദീപത്തിൽ ദ ലേറ്റ് രമാബഹന്റെ യാത്രയപ്പിന് വന്നു നിരന്ന പ്രമാണിമാരിൽ ആരും അവസാനം വന്നിറങ്ങിയ
ഈ അപ്രതീക്ഷിത VIP അടക്കം anybody. And we will just jumble the links. എന്ന് വെച്ചാൽ എന്തും നമുക്ക് ഊഹിക്കാം. നിങ്ങളുടെ ഈ ദൈവപുത്രൻ ഈ VIP അടക്കം ആരെയും സംശയിക്കാം ഫ്രം an investigator's point of view. സർ ഏത് നിലയ്ക്കെന്നറിയില്ല, എത്ര ആഴത്തിലെന്ന് ഊഹമില്ല. ബട്ട് he too is involved, connected. എവിടെയൊക്കെയോ. സാറ് പറഞ്ഞില്ലേ ഗോവ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഐ ഡിഡ് ഫോളോ അപ്പ്. സേതുവിനും മിസ് ഹെലൻ കോടയ്ക്കുമൊപ്പം ഗോവ പാം ബീച്ച് അനക്സിൽ ഇവനും ഉണ്ടായിരുന്നു സർ. ആൻഡ് ഹി വാസ് ഹാവിംഗ് എ ഗുഡ് ടൈം ടു. That means fun, girls, booze and stuff. ആട്ടവും പാട്ടും കൂത്തും കുടിയെല്ലാം. But that's absolutely no concern of ours. ഒന്ന് തെളിച്ച് പറയണ്ടേ നരി, ഇവനെങ്ങനെ? No, തൽക്കാലം പറയില്ല സർ. കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും. ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ മുൻ പരിപാടികൾ മുഴുവൻ റദ്ദ് ചെയ്ത് CM കൊച്ചിയിലെത്തുന്നു. An abrupt lightning visit. അല്ലേ സർ? റിപ്പോർട്ട് കിട്ടിയില്ലേ? കിട്ടി. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഗോപ്യം. But I expect a showdown. എന്നടാ ഒരംഗം